നമസ്കാരം. 20-ാം നൂറ്റാണ്ടിലെ വിപ്ലവ വീര്യത്തിൻ്റെ പ്രതീകമായിരുന്ന ക്യൂബ ഇന്ന് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരു സാമ്പത്തിക മാതൃകയുടെ പരാജയം എന്നതിലുപരി ആഗോളതലത്തിൽ നോർത്ത് അമേരിക്കൻ രാജ്യങ്ങളുടെ രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റത്തിൻ്റെ സൂചനയാണിത്. സോവിയറ്റ് യൂണിയൻ്റെ തകർച്ചയ്ക്ക് ശേഷം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രം ലോകമെമ്പാടും തിരിച്ചടികൾ നേരിട്ടപ്പോഴും ക്യൂബ ഉയർത്തിപ്പിടിച്ച പ്രതിരോധത്തിൻ്റെ കൊടിമരം ഇന്ന് ആടിയുലയുകയാണ്. അമേരിക്കൻ ഉപരോധങ്ങളുടെ ഭാരവും ആഭ്യന്തരമായ ഘടനാപരമായ പിഴവുകളും ഒരു ദ്വീപ് രാഷ്ട്രത്തെ ഒരു തകർച്ചയുടെ അരികിൽ എത്തിച്ചിരിക്കുന്നു. ഇന്ധനക്ഷാമം, വൈദ്യുതി തടസ്സം, വർദ്ധിച്ചു വരുന്ന സാമൂഹിക അസ്വാസ്ഥ്യങ്ങൾ എന്നിവ ക്യൂബൻ വിപ്ലവത്തിന് ശേഷമുള്ള ഏറ്റവും മോശമായ സാഹചര്യത്തെയാണ് അടയാളപ്പെടുത്തുന്നത്. ക്യൂബയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഫിഡൽ കാസ്ട്രോയുടെയും ചെഗ്വേരയുടെയും നേതൃത്വത്തിൽ നടന്ന വിപ്ലവം കേവലം ഒരു ഭരണമാറ്റമായിരുന്നില്ല, മറിച്ച് പാശ്ചാത്യ അധിനിവേശത്തിനെതിരെയുള്ള ഒരു വികാരമായിരുന്നു. ശീതയുദ്ധകാലത്ത് സോവിയറ്റ് യൂണിയന്റെ ഒരു സുപ്രധാന താവളമായി മാറിയ ക്യൂബ 1962 മിസൈൽ പ്രതിസന്ധിയിലൂടെ ലോകത്തെ ഒരു ആണവ യുദ്ധത്തിൻ്റെ വക്കിലെത്തിച്ചു. ഈ മിസൈൽ പ്രതിസന്ധി മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ 13 ദിവസങ്ങളെയാണ് അന്ന് അടയാളപ്പെടുത്തിയിരുന്നത്. ശീതയുദ്ധകാലത്ത് അമേരിക്കയും സോവിയറ്റ് യൂണിയനും ഒരു നേരിട്ടുള്ള ആണവ യുദ്ധത്തിൻ്റെ തൊട്ടടുത്തെത്തിയ ഈ നിമിഷം ലോകത്തെ ആകെ ഭീതിയിലാഴ്ത്തി. ക്യൂബയിൽ സോവിയറ്റ് യൂണിയൻ രഹസ്യമായി ആണവ മിസൈലുകൾ വിന്യസിക്കുന്നുണ്ടെന്ന് അമേരിക്കൻ ചാരവിമാനങ്ങൾ കണ്ടെത്തിയതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ആരംഭിക്കുന്നത്. തൻ്റെ രാജ്യത്തിൻ്റെ തൊട്ടടുത്ത് ഇത്തരമൊരു ഭീഷണി അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ച അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി ക്യൂബയിലേക്കുള്ള സോവിയറ്റ് കപ്പലുകളെ തടയുവാൻ നാവിക ഉപരോധം ഏർപ്പെടുത്തുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധി ഉണ്ടാക്കുകയും ഇരു രാജ്യങ്ങളും തങ്ങളുടെ സൈന്യത്തെ യുദ്ധത്തിന് സജ്ജമാക്കി നിർത്തുകയും ചെയ്തു. ഏത് നിമിഷവും ഒരു ആണവ സ്ഫോടനം ഉണ്ടായേക്കാവുന്ന അവസ്ഥയിൽ ലോകം ശ്വാസം അടക്കി പിടിച്ചു നിന്ന ആ ദിവസങ്ങളിൽ കെന്നഡിയും സോവിയറ്റ് നേതാവ് നികിത ക്രൂഷ്ചേവും തമ്മിൽ തിരശ്ശീലയ്ക്ക് പിന്നിൽ തീവ്രമായ ചർച്ചകൾ നടക്കുന്നു. ഒടുവിൽ ലോകത്തെ വിനാശകരമായ ഒരു യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കാനായി ഇരുപക്ഷവും ചില വിട്ടുവീഴ്ചകൾക്ക് അന്ന് തയ്യാറായി. ക്യൂബയിലുള്ള മിസൈലുകൾ സോവിയറ്റ് യൂണിയൻ പിൻവലിക്കണമെന്നും പകരം ക്യൂബയെ ആക്രമിക്കില്ലെന്ന് അമേരിക്ക ഉറപ്പ് നൽകണം എന്നുമായിരുന്നു അന്നത്തെ ധാരണ. കൂടാതെ തുർക്കിയിൽ വിന്യസിച്ചിരുന്ന അമേരിക്കൻ മിസൈലുകൾ രഹസ്യമായി നീക്കം ചെയ്യാമെന്നും കെന്നഡി സമ്മതിച്ചു. ഈ ഒത്തുതീർപ്പോടെയാണ് ലോകം ഒരു മഹാദുരന്തത്തിൽ നിന്ന് അന്ന് തലനാഴിലേക്ക് രക്ഷപ്പെടുന്നത്. ഈ സംഭവത്തിന് ശേഷം അടിയന്തര സാഹചര്യങ്ങളിൽ ഇരു രാജ്യങ്ങളിലെയും തലവന്മാർക്ക് നേരിട്ട് സംസാരിക്കാനായി ഒരു പ്രത്യേക ഹോട്ട്ലൈൻ സംവിധാനം നിലവിൽ വരികയും ചെയ്തു. പ്രത്യയശാസ്ത്രപരമായ വാശിയേക്കാൾ പ്രായോഗികമായ നയതന്ത്രത്തിനാണ് ലോക സമാധാനത്തിൽ വലിയ പങ്കുള്ളതെന്ന് ഈ സംഭവം അന്ന് തെളിയിച്ചു. എന്നാൽ സോവിയറ്റ് യൂണിയന്റെ പതനം ക്യൂബയുടെ സാമ്പത്തിക അടിത്തറയെ പിന്നീട് സാരമായി ബാധിക്കുന്ന കാഴ്ചയാണ് ലോകം കണ്ടത്. പിന്നീട് വെനസ്വേലയിൽ നിന്ന് ലഭിച്ചിരുന്ന എണ്ണ സഹായവും പിന്തുണയുമാണ് ക്യൂബയെ ഒരു പരിധി വരെ താങ്ങി നിർത്തിയതും. എന്നാൽ ഇന്ന് വെനസ്വേലയും സമാനമായ പ്രതിസന്ധിയിലായതോടെ ക്യൂബ പൂർണ്ണമായും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. അമേരിക്കയുമായുള്ള ദീർഘകാലത്തെ ശത്രുതയും ഉപരോധങ്ങളും ക്യൂബയുടെ വികസന സാധ്യതകളെ തടഞ്ഞു നിർത്തി. വിയറ്റ്നാമിനെ പോലെ അമേരിക്കയുമായി ഒരു പ്രായോഗികമായ ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നുവെങ്കിൽ ക്യൂബയ്ക്ക് കൈവരിക്കാമായിരുന്ന സാമ്പത്തിക വളർച്ച ഇന്ന് ചർച്ചാ വിഷയമാകുന്നുണ്ട്. ആഗോള രാഷ്ട്രീയത്തിൽ ഇന്ന് പ്രത്യയശാസ്ത്രപരമായ വാശിയേക്കാൾ പ്രായോഗികമായ യാഥാർത്ഥ്യ ബോധത്തിനാണ് മുൻഗണന ലഭിക്കുന്നത്. ഒരു കാലത്ത് സായുധ വിപ്ലവത്തിലൂടെയും സാമ്രാജ്യത്വ വിരുദ്ധ മുദ്രാവാക്യങ്ങളിലൂടെയും പരമാധികാരം ഉറപ്പിക്കാൻ ശ്രമിച്ച നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾ ഇന്ന് സാമ്പത്തിക സുരക്ഷിതത്വത്തിനായി വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകുന്നു. നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, G77 തുടങ്ങിയ കൂട്ടായ്മകളുടെ സ്വാധീനം കുറഞ്ഞു വരുന്നതും ബദൽ സാമ്പത്തിക സഖ്യങ്ങൾ രൂപപ്പെടുന്നതും ഇതിൻ്റെ തെളിവാണ്. ക്യൂബ ഇപ്പോൾ അമേരിക്കയുമായി പരിമിതമായ തോതിലെങ്കിലും ആശയവിനിമയം നടത്താൻ ശ്രമിക്കുന്നത് ദശകങ്ങൾ നീണ്ട കടുംപിടുത്തത്തിൽ നിന്നുള്ള പിന്മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. എങ്കിലും ഇത്തരം മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ അന്തസ്സ് ഹനിക്കപ്പെടാതിരിക്കാൻ വൻ ശക്തികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇറാഖിലും ലിബിയയിലും ഉണ്ടായതുപോലെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന മാറ്റങ്ങൾ കൂടുതൽ അസ്ഥിരതയിലേക്ക് നയിക്കൂ എന്ന പാഠം ലോകത്തിന് മുന്നിലുണ്ട്. ഈ പുതിയ ആഗോള സാഹചര്യത്തിൽ ഇന്ത്യക്ക് സവിശേഷമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. നോർത്ത് അമേരിക്കൻ രാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വീകാര്യതയുള്ള ഇന്ത്യക്ക് അമേരിക്കയുമായും ശക്തമായ ബന്ധമാണുള്ളത്. അതുകൊണ്ട് തന്നെ
ക്യൂബയെ പോലെയുള്ള രാജ്യങ്ങളെ അന്തസ്സോടെയുള്ള ഒരു സാമ്പത്തിക പരിവർത്തനത്തിലേക്ക് നയിക്കുവാൻ ഒരു പാലമായി പ്രവർത്തിക്കുവാൻ ഭാരതത്തിന് സാധിക്കും. തന്ത്രപരമായ സ്വയംഭരണാധികാരം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെ എങ്ങനെ പ്രായോഗിക പങ്കാളിത്തങ്ങൾ വളർത്താം എന്നതിന് ഭാരതം ഒരു മികച്ച മാതൃകയാണ്. ക്യൂബയിലെയും വെനസ്വേലയിലെയും മാറ്റങ്ങൾ കേവലം അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒന്നാകാതെ ആ രാജ്യങ്ങളുടെ അസ്തിത്വം നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാകണം. ലോകം ഒരു ബഹുധ്രുവ ക്രമത്തിലേക്ക് നീങ്ങുമ്പോൾ അവിടെ വിദ്വേഷത്തിനല്ല, മറിച്ച് ചർച്ചകൾക്കും വിട്ടുവീഴ്ചകൾക്കുമാണ് പ്രാധാന്യം നൽകുന്നത്. പ്രത്യയശാസ്ത്രപരമായ വിപ്ലവങ്ങളുടെ കാലം അസ്തമിക്കുകയാണ്. സമത്വത്തിലും പരസ്പര ബഹുമാനത്തിലും അധിഷ്ഠിതമായ ഒരു പുതിയ ലോകക്രമം രൂപപ്പെടുകയാണ്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.